രാഹുൽ ഈശ്വർ കൂടി ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ, ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞെട്ടലുണ്ടാക്കുന്ന കാര്യങ്ങളാണ് കോടതി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. SIT പല കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. ആരിലേക്ക് എന്നൊക്കെയുള്ളത് വരും മണിക്കൂറിൽ നമുക്കറിയാൻ സാധിക്കും. ആരാണ് മുഖ്യ സൂത്രധാരന്മാർ എന്നൊക്കെയുള്ളത്. 2 കേസാണ്. രണ്ടിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതിയായിരിക്കുന്നത്. ദേവസ്വം ഉദ്യോഗസ്ഥർ പ്രതിയായിരിക്കുന്ന സാഹചര്യമുണ്ട്. ആരൊക്കെ ഇതിൽ മറുപടി പറയേണ്ടി വരും എന്നതിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സ്വാഗതാർഹമായ നീക്കമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിശക്തമായ നടപടികൾ വേണം. ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം പോകണം എന്നത് വളച്ചുകെട്ടി കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വമുണ്ട്. ദേവസ്വം ബോർഡാണ് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിനോട് ബന്ധപ്പെട്ടവരോ ആണ് ഇത് മാസ്റ്റർ മൈൻഡ് ചെയ്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണ പോറ്റി യഥാർത്ഥത്തിൽ ഒരു പ്യൂൺ മാത്രമാണ്, ഒരു കയ്യാൾ മാത്രമാണ്, കാലാൾ മാത്രമാണ്. മുരാരി ബാബു ഒരു കയ്യാൾ മാത്രമാണ്. പക്ഷെ ആരാണ് മാസ്റ്റർ ബ്രെയിൻ? ആരാണ് ഇതിന്റെ മാസ്റ്റർ മൈൻഡ്? അവരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. അവരിലേക്ക് ഇത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, കോടതി അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് മാഫിയയുമായി ബന്ധമുണ്ടോ എന്ന സംശയം അടക്കം ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യം കൂടുതൽ അന്വേഷണം വേണം. ഇപ്പോൾ ചിലപ്പോഴെങ്കിലും നടക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് തെറ്റുകാരെന്നോ മുരാരി ബാബു മാത്രമാണ് തെറ്റുകാരെന്നോ പറഞ്ഞ് ഈ കേസ് അവസാനിപ്പിക്കാനുള്ള നോട്ടത്തിലാണ്. പക്ഷെ അങ്ങനെയല്ല. സ്മാർട്ട് ക്രിയേഷൻസും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മാത്രം വിചാരിച്ചാൽ ഇത്ര ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. കാര്യം ഇതൊരു പോളിസി ഡിസിഷനാണ്. അതായത് സ്വാമി അയ്യപ്പന്റെ 24 ക്യാരറ്റ് തനി തങ്കത്തിൽ പൊതിഞ്ഞ കാര്യങ്ങൾ വളരെ കുറവളവിലുള്ള ചെറിയ സ്വർണം മാറ്റിലൊന്നുമല്ല, രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട കൊള്ള പോലെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നതെന്നാണ് കോടതി പറയുന്നത്. അതായത് അതുമായി ബന്ധമുണ്ട് എന്നൊന്നുമല്ല, ആ രീതിയിലാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ എന്തൊരു വലിയ പ്ലാനിംഗ് ആയിരിക്കും അത് നിസ്സാരമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചെയ്തു പോകാൻ കഴിയുന്ന കാര്യമല്ല. ഇതിന്റെ ഹൈക്കോടതിയുടെ പല വിധിവാചകങ്ങളും വായിച്ചാൽ അറിയാം. ഞാൻ ഇപ്പോഴത്തെ വായിച്ചില്ല, ഞാൻ ഫിൻലാൻഡിലാണ്, അതുകൊണ്ട് ഇന്ന് സംഭവിച്ചത് ഞാൻ വായിച്ചില്ല. പക്ഷേ മുമ്പുള്ള വിധിന്യായങ്ങൾ 7 or 8 വിധിന്യായങ്ങൾ, ഇടക്കാല വിധിന്യായങ്ങൾ ഹൈക്കോടതി ഇതിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിജയരാഘവൻ സാറും ജയകുമാർ സാറും ഒക്കെ ഏറ്റവും അഭിനന്ദനവും ഏറ്റവും പ്രണാമവും നമ്മൾ കൊടുക്കേണ്ടവരാണ്. അവരുടെ പോരാട്ടമാണ്. 2 ഹൈക്കോടതി ജഡ്ജിമാരുടെ പോരാട്ടമാണിത് എന്ന് നമ്മൾ മറക്കരുത്. സാധാരണഗതിയിൽ മീഡിയ ആണ് പോരാടുന്നത്, പൊതുജനങ്ങളോ ആക്ടിവിസ്റ്റുകളോ ആണ് പോരാടുന്നത്. ഇത് സ്വമേധയാ കേസെടുത്ത് ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി എന്തൊക്കെ അന്വേഷിക്കണമെന്ന് 8ാം പാരാഗ്രാഫിൽ 9 പോയിന്റുകളായി അർത്ഥമിട്ട് കൊടുത്ത് അന്വേഷണ സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിച്ച് അതിന്റെ തെളിവുകൾ കണ്ടെത്തി ഇതിന്റെ കള്ളന്മാരെയും കൊള്ളക്കാരെയും പുറത്തു കൊണ്ടുവരാൻ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത് അത്യധികം ആശ്വാസജനകമാണ്. അതുകൊണ്ട് ഇതിന്റെ ഇന്റർനാഷണൽ റാമിഫിക്കേഷൻസ് ഉണ്ടോ എന്നറിയില്ല, ആ മോഡലിലാണോ എന്നറിയില്ല. കൂടുതൽ അന്വേഷണം ഇതിന് വേണം. ഇതിന്റെ പിന്നിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ കേസ് നടക്കുന്നത് എപ്പോഴാണെന്നുള്ളതാണ്. അടുത്ത മാസമാണ് ശബരിമലയിൽ നട തുറക്കുന്നത്. അതായത് വൃശ്ചിക മാസത്തിലെ പൂജകൾക്കൊക്കെയുള്ള സമയമാണ്, കൂടുതൽ ഭക്തരെത്തുന്ന സമയമാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ അതിന് തടസ്സമാവുന്നുണ്ടോ എന്നൊക്കെയുള്ള ആശങ്കകളുണ്ട് ഭക്തരെ സംബന്ധിച്ച്. മാത്രവുമല്ല, ഇത് പുറത്തേക്ക് ഉണ്ടാക്കുന്ന ഈ വിശ്വാസികളെ സംബന്ധിച്ച് ഉണ്ടാക്കുന്ന, ഇപ്പൊ താങ്കൾക്കുൾപ്പെടെ തോന്നുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഭയങ്കര വേദനയാണ് സത്യം പറയട്ടെ. ഇപ്പം പല ആൾക്കാരും, മാധ്യമങ്ങൾ വളരെ പോസിറ്റീവായി ഈ വിഷയത്തിൽ അയ്യപ്പന്റെ വിഗ്രഹം അവിടെ ഉണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്കൊക്കെ അത് കേൾക്കുമ്പോൾ ഭയങ്കര വേദനയാണ്. കാര്യം അയ്യപ്പൻ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ അടക്കമുള്ളവർ പോകുന്നത്. അപ്പൊ അയ്യപ്പന്റെ വിഗ്രഹം പോലും ഉണ്ടോ എന്ന് ചോദിക്കുന്നത് മീഡിയക്കാർ ആ വിഷയത്തിന്റെ സീരിയസ്നെസ് ഹൈലൈറ്റ് ചെയ്യാനാണ്. പക്ഷെ കേൾക്കുന്ന ഒരു ഭക്തന്റെ വേദനയാണ്. ഇത് വെളിയിൽ വന്നതും അങ്ങനെ സ്വാമി അയ്യപ്പന്റെ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇവരെല്ലാം ഇത്തരം അമ്പലം വിഴുങ്ങികളെ, ഇത്തരം അമ്പലം കൊള്ളക്കാരെ പിടിച്ച് അകത്തിടാനുള്ള ഒരു അവസരമാണ്. ഓർക്കുക, ചമ്പൽ കൊള്ളക്കാർ പോലും അവരുടെ അമ്പലങ്ങളിൽ നിന്ന് മോഷ്ടിക്കില്ല. ദേവസ്വം ബോർഡുകാർ സ്വന്തം അമ്പലത്തിൽ നിന്ന് അവര് രക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട അമ്പലങ്ങളിൽ നിന്നാണ് മോഷ്ടിച്ചത്. അവർ അറസ്റ്റ് ചെയ്യപ്പെടണം. അതുമായി ബന്ധപ്പെട്ടവർ ജയിലിൽ പോകണം. എന്നാൽ മാത്രമേ ഇതിൽ നീതി ഉണ്ടാകൂ. ഹൈക്കോടതിക്ക് പൂർണ്ണമായി ഹൈക്കോടതിയിൽ വിശ്വാസമുണ്ട്. കാര്യം ഹൈക്കോടതി നടത്തുന്നത് ഹൈക്കോടതി തുടങ്ങി വെച്ച പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിക്കും ഹൈക്കോടതിയെ വിശ്വാസമാണ്. അയ്യപ്പൻ കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ വിശ്വസിക്കാൻ കഴിയുന്ന ഹൈക്കോടതിയെ മാത്രമാണ്.